17 വയസ്സുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന മുഹമ്മദ് അസൈനാർ അലി എന്ന് പറയുന്ന ഒരു കുട്ടിയെ സഹപാഠികൾ നോമിനേഷൻ കൊടുത്തു എന്ന പേരിൽ അദ്ദേഹത്തെ ആ കുട്ടിയെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുന്നു. ആ കുട്ടിയെ പിറകെ നടന്ന് പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോൾ സംഘം ചേർന്ന് പിടിച്ചു വെച്ച് അതിമാരകമായി അടിക്കുകയാണ്. മുഖത്തടിക്കുന്ന അവസാനം അടിയേറ്റ് വേദന കൊണ്ട് ചോരയൊലിച്ച് മുഖം താഴ്ത്തി തല കുനിച്ചു നിർത്തിയപ്പോൾ കൈ ചുരുട്ടി പിടിച്ചടിക്കുകയാണ് ആയുധം കൊണ്ട്. നിലത്തിട്ട് ചവിട്ടാണ്. മൃഗീയമാണ്, ക്രൂരമാണ്. മനസ്സാക്ഷിയുള്ളവർക്ക് കണ്ടു നിൽക്കാൻ കഴിയുമോ? എന്തിനാണിത്? എന്ത് നേട്ടത്തിനു വേണ്ടിയാണ്? ഈ സമയം വരെ പോലീസ് ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. ആ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടു. ഇത് പോക്സോ വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയിട്ട് എടുക്കേണ്ട കേസാണ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഒരു കേസാണ്. ഈ സമയം വരെ ഒരു നടപടിയും പരിഹാരം പോലീസ് എടുത്തിട്ടില്ല. സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിന് ഇടപെട്ട് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് നീചമായ, ക്രൂരമായ, മനസ്സാക്ഷിക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. ആ കുട്ടി മൃതപ്രായനായി കരഞ്ഞ് നിലവിളിച്ച് നിലത്ത് വീഴുമ്പോൾ ആ വീണ് കിടക്കുന്നിടത്ത് ചവിട്ടാണ്. രക്ഷിക്കാൻ വരുന്നവരെ പോലും ഭീഷണിപ്പെടുത്തി അകറ്റാണ്. ബോധം പോകുന്നത് വരെ തല്ലുകയാണ്. അതുകൊണ്ട് ഇതിൽ നടപടിയെടുക്കണം. പോലീസ് നടപടിയെടുത്തില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്.